ഹലോ വെൽക്കം ബാക്ക് ടു ലേണിനോ. ISRO VSSC ഇലക്ട്രോണിക്സ് ഉദ്യോഗാർത്ഥികൾക്കുള്ള ഓപ്പർച്യൂണിറ്റീസ് ആണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പൊ നമുക്ക് രണ്ട് പോസ്റ്റിലേക്കാണ് നമുക്കിപ്പം ആപ്ലിക്കേഷൻ വിളിച്ചിട്ടുള്ളത്. ഒരെണ്ണം ടെക്നീഷ്യൻ ബി ഇലക്ട്രോണിക് മെക്കാനിക്, അതേപോലെ തന്നെ ടെക്നിക്കൽ അസിസ്റ്റന്റ് ഇലക്ട്രോണിക്സ്. അപ്പൊ അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് ആർക്കൊക്കെ ഇതിൽ അപ്ലൈ ചെയ്യാം, ഏജ് ലിമിറ്റ് എങ്ങനെയാണ്, അതിന്റെ സെലക്ഷൻ ക്രൈറ്റീരിയ എന്തൊക്കെയാണ്, ലാസ്റ്റ് ഡേറ്റ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. So first one, technician B electronic mechanic. ഇപ്പോൾ അഡ്വർടൈസ്മെന്റ് നമ്പർ VSSC 334 ആണ് ഇത് വരുന്നത്. അപ്പൊ ഇതിനകത്ത് നമുക്ക് ടെക്നീഷ്യൻ ബി ഇലക്ട്രോണിക് മെക്കാനിക് എന്ന് പറയുമ്പോൾ 11 വേക്കൻസി ആണ് വരുന്നത്. ഓക്കെ, ITI ഇൻ ഇലക്ട്രോണിക് മെക്കാനിക് ട്രേഡ് ആണ് ഇതിന്റെ ക്വാളിഫിക്കേഷൻ ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. 11 വേക്കൻസി ആണ് വരുന്നത്. ലാസ്റ്റ് ഡേറ്റ് അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ജൂൺ 16 ആണ്. ഓക്കെ, അപ്പൊ ഇനി ഇത് നമുക്ക് ഏജ് ലിമിറ്റ് ആണ് അറിയേണ്ടത്. ഏജ് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ 18 to 35 ആണ് വരുന്നത്. അതുകൂടാതെ നമുക്ക് റിസർവേഷൻ വരുന്ന കാറ്റഗറീസിന് അതിനനുസരിച്ച് ഏജ് റിലാക്സേഷൻ വരുന്നുണ്ട്. www.vssc.gov.in എന്നുള്ള വെബ്സൈറ്റ് ത്രൂ ആണ് നമ്മൾ ഓൺലൈൻ ആയിട്ട് അപ്ലൈ ചെയ്യേണ്ടത്. ഓക്കെ, ഇനി ഇതിന്റെ സെലക്ഷൻ പ്രോസസ് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു റിട്ടൺ ടെസ്റ്റും ഉണ്ടാവും, അതേപോലെ തന്നെ ഒരു സ്കിൽ ടെസ്റ്റും ഉണ്ടാവും. അപ്പൊ ഇതെല്ലാം ക്വാളിഫൈങ് നേച്ചറിൽ വരുന്നതാണ് കേട്ടോ. അപ്പൊ റിട്ടൺ ടെസ്റ്റ് എന്ന് പറയുമ്പോൾ ഇതിനകത്ത് 80 മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. 90 മിനിറ്റ്സിന്റെ ഒരു എക്സാം, ഒരു ക്വസ്റ്റ്യൻ 1 മാർക്ക്, നെഗറ്റീവ് മാർക്കും വരുന്നുണ്ട്. അപ്പൊ അതിലൊരു പാസ് ക്രൈറ്റീരിയ എങ്ങനെയാ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ജനറൽ കാറ്റഗറിയിൽ നമുക്ക് 80-ൽ 32 മാർക്ക് കിട്ടണം. റിസർവ്ഡ് കാറ്റഗറിയിലാണെന്നുണ്ടെങ്കിൽ 80-ൽ 24 മാർക്ക് കിട്ടണം. അങ്ങനെ ഒരു പാസ് ക്രൈറ്റീരിയ ആണ് ഇതിൽ വരുന്നത്. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതിന്റെ സിലബസ് എന്ന് പറഞ്ഞാൽ കരിക്കുലം ബേസ്ഡ്, അതായത് ITI ഇലക്ട്രോണിക് മെക്കാനിക്കിന് പഠിക്കുന്ന ആ ഒരു സബ്ജക്ട്സ് ആണ് നമ്മൾ ഇതിനകത്ത് പഠിക്കേണ്ടത്. അതിൽ നിന്നും ആയിരിക്കും ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ട് സ്കിൽ ടെസ്റ്റിന് പോകുന്നത്. അതിനുശേഷമായിരിക്കും ബാക്കിയുള്ള പ്രൊസീജിയേഴ്സ് വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് എലിജിബിൾ ആയിട്ടുള്ളവരെല്ലാം അപ്ലൈ ചെയ്യുക. അപ്പൊ ഈ ടെക്നീഷ്യൻ ബി ഇലക്ട്രോണിക് മെക്കാനിക്കിന്റെ കോഴ്സ് നമ്മൾ ലേണിനോ ആപ്പിൽ അവൈലബിൾ ആണ്. അപ്പൊ നമ്മൾ കരിക്കുലം ബേസ്ഡ് എന്ന് പറഞ്ഞത് കൊണ്ട് തന്നെ ആ ടോപ്പിക്സ് വരുന്ന രീതിയിലാണ് നമ്മൾ കോഴ്സ് സെറ്റ് ചെയ്തിരിക്കുന്നത്. കോഴ്സിൽ ജോയിൻ ചെയ്തവർക്കെല്ലാം തന്നെ നമ്മുടെ MCQ ബുക്ക് ബണ്ടിൽ നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കുകയാണ്. അപ്പൊ നിങ്ങൾക്ക് അത് നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാനായിട്ട് പറ്റും. ബാക്കിയുള്ളത് ലെക്ചേഴ്സും MCQസും ടെസ്റ്റും എല്ലാം നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ള കോഴ്സാണ് ലേണിനോ ആപ്പിൽ അവൈലബിൾ ആണ്. ഓക്കെ, അടുത്തത് ടെക്നിക്കൽ അസിസ്റ്റന്റ് ഇലക്ട്രോണിക്സ്. അപ്പൊ ടെക്നിക്കൽ അസിസ്റ്റന്റ് ഇലക്ട്രോണിക്സ് എന്ന് പറയുന്നത് അഡ്വർടൈസ്മെന്റ് നമ്പർ VSSC 335 ആണ് വരുന്നത്. ലാസ്റ്റ് ഡേറ്റ് ജൂൺ 18 ആണ് വരുന്നത്. അപ്പൊ ഇതിൽ നമുക്ക് ഇലക്ട്രോണിക്സിൽ 27 വേക്കൻസി ആണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഫസ്റ്റ് ക്ലാസ് ഡിപ്ലോമ ഇൻ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെന്റേഷൻ എഞ്ചിനീയറിംഗ് ആണ് ക്വാളിഫിക്കേഷൻ ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പോ ഇതിൽ നേച്ചർ ഓഫ് ജോബ് എന്ന് പറയുന്നത് ഡിസൈനിങ്, ടെസ്റ്റിംഗ്, ഇന്റഗ്രേഷൻ, മെഷർമെന്റ്, അനാലിസിസ്, മെയിൻ്റനൻസ് കാര്യങ്ങളൊക്കെയാണ് നമുക്ക് അതിന്റെ ഒരു നേച്ചർ ഓഫ് ജോബ് എന്ന് പറയുന്നത്. www.vssc.gov.in എന്നുള്ള വെബ്സൈറ്റ് ത്രൂ തന്നെയാണ് അപ്ലൈ ചെയ്യേണ്ടത്. 18 to 35 ആണ് ഇതിനും ഏജ് ലിമിറ്റ് പറഞ്ഞിട്ടുള്ളത്. ഏജ് റിലാക്സേഷൻ റിസർവ്ഡ് കാറ്റഗറിയിൽ വരുന്നവർക്ക് അപ്പർ ഏജ് റിലാക്സേഷൻ വരുന്നുണ്ട്. ദെൻ ഇതിന്റെ സെലക്ഷൻ പ്രോസസ്സിലും നമുക്ക് റിട്ടൺ ടെസ്റ്റും സ്കിൽ ടെസ്റ്റും തന്നെയാണ് വരുന്നത്. റിട്ടൺ ടെസ്റ്റിലാണെന്നുണ്ടെങ്കിൽ 80 മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ്, 90 മിനിറ്റ്സ് ഡ്യൂറേഷൻ, 1 മാർക്കാണ് ഒരു ക്വസ്റ്റ്യൻ വരുന്നത്, നെഗറ്റീവ് മാർക്സ് വരുന്നുണ്ട്. ഇതും ഒരു പാസിംഗ് ക്രൈറ്റീരിയ, ലൈക്ക് അതായത് ഒരു ജനറൽ കാറ്റഗറിയിലുള്ളവർക്ക് 80-ൽ 32 മാർക്ക് വേണം, റിസർവ്ഡ് കാറ്റഗറിയിൽ 80-ൽ 24 മാർക്ക് വേണം. അത് പാസ്സാവുന്നതിൽ നിന്നാണ് സ്കിൽ ടെസ്റ്റിലേക്ക് പോകുന്നത്. ഓക്കെ, സോ ഇതിൽ നമുക്ക് ഈ പറഞ്ഞതുപോലെ സിലബസ് എന്ന് പറയുന്നത് കരിക്കുലം ബേസ്ഡ് ആയതുകൊണ്ട് നമ്മൾ ഡിപ്ലോമ ഇലക്ട്രോണിക്സുകളുടെ സബ്ജക്ട്സ് ആണ് ഇതിൽ വരുന്നത്. അഗൈൻ ടെക്നിക്കൽ അസിസ്റ്റന്റിനുള്ള കോഴ്സും നമ്മൾ ലേണിനോ ആപ്പിൽ അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് ആ സബ്ജക്ട്സ് എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കി ഏകദേശം ആ ഒരു ക്വസ്റ്റ്യൻ പാറ്റേൺ എങ്ങനെയാണെന്ന് അറിയാൻ പറ്റും. മാത്സിൽ നിന്നും അതുപോലെ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിൽ നിന്നുള്ള ആ ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമ്മൾ ഇതിന്റെ കൂടെ, അതായത് കോഴ്സ് സബ്ജക്റ്റിന്റെ കൂടെ നമ്മൾ കാണാറുണ്ട്. അപ്പൊ അതിനനുസരിച്ച് തന്നെയാണ് നമ്മൾ കോഴ്സും സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പൊ അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയണം എന്നുണ്ടെങ്കിൽ ലേണിനോ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക, താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. സോ എലിജിബിൾ ആയിട്ടുള്ളവരെല്ലാം തന്നെ ഡേറ്റ് കഴിയുന്നതിന് മുന്നേ അപ്ലൈ ചെയ്യുക. താങ്ക് യു.